എല്ലാവർക്കും നമസ്കാരം. NLP-യിൽ നുണ കണ്ടുപിടിക്കാൻ, ഒരാൾ നുണ പറയുന്നതാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ ബാലൻ വക്കീൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇതിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെയാണ് കൃഷ്ണമണിയുടെ ചലനത്തിലൂടെ ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുമോ, സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, യഥാർത്ഥത്തിൽ പ്യുവർ NLP-യിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ആദ്യം പറയാം. അതിനുശേഷം അതിലൂടെ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ മനോഗതം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ മനോഗതം അറിയുക അല്ലെങ്കിൽ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. നേരിട്ട് മനസ്സ് വായിക്കാനുള്ള ഒരു ബോഡി ലാംഗ്വേജും ഇല്ല ലോകത്ത്. അപ്പോൾ നേരിട്ടല്ല നമ്മൾ അറിയുന്നത്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ അയാൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ കൈവച്ചാൽ ഇതാണ് ചിന്തിച്ചതെന്ന് കൃത്യമായി പറയാമല്ലോ. ഇങ്ങനെ ഒരാൾ കൈവെക്കുമ്പോൾ നമുക്കറിയാം അയാൾ എന്തോ ആലോചിക്കുകയാണ്, അല്ലേ? അയാൾ എന്തോ ആലോചിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരാളുടെ കണ്ണ് കീഴോട്ട് കുനിഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ സാഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അവിടെ നിർബന്ധമൊന്നുമില്ല അവിടെ ശരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ NLP-യിൽ എന്താണ് കൃഷ്ണമണിയുടെ ചലനത്തെക്കുറിച്ച് പറയുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് NLP-യിൽ എന്താണ് പറയുന്നത് ആദ്യം പറയാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൃഷ്ണമണി മുകളിലേക്ക് വലത്തോട്ടോ മുകളിലേക്ക് ഇടത്തോട്ടോ പോയാൽ അതിൻ്റെ അർത്ഥം കാഴ്ച സംബന്ധിയായ എന്തോ ഒരു കാര്യം നമ്മുടെ മനസ്സിലൂടെ പോയതാണ്. അത് നമ്മൾ കണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇമേജസിനെ കുറിച്ചുള്ള ഇമേജസ് ആണ് നമ്മുടെ ഉള്ളിൽ അപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതേസമയം ഈ കൃഷ്ണമണി നേരെ ഹൊറിസോണ്ടലായിട്ട് നേരെ ലെഫ്റ്റിലോട്ടോ നേരെ റൈറ്റിലോട്ടോ ചലിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ കേൾവി, എന്തെങ്കിലും ശബ്ദമാണ് നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്നത്. എന്തെങ്കിലും പറഞ്ഞ കാര്യം കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു മ്യൂസിഷ്യൻ ആണെങ്കിൽ പുതിയ ട്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലൊരു ശബ്ദം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശബ്ദം ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊരു ശബ്ദം ഓർമ്മിച്ചെടുക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ നേരെ പോകുന്നത്, ലെഫ്റ്റിലേക്കോ ആകാം റൈറ്റിലോട്ടാകാം. അതേപോലെ തന്നെ നമ്മുടെ കൃഷ്ണമണി താഴേക്ക് റൈറ്റിലോട്ടാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ, ഈ സൈഡിലേക്ക് കൃഷ്ണമണി വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ തൊട്ടറിഞ്ഞ് എന്തോ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കുകയാണ് എന്നർത്ഥം. കൈനസ്തെറ്റിക് ഫീലിംഗ് നമ്മൾ റിമെമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ വിഷ്വൽ ഇടയ്ക്ക് നടുക്കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഓഡിറ്ററി കേൾവി, താഴേക്ക് വലത്തോട്ടാണെങ്കിൽ കൈനസ്തെറ്റിക് ഫീലിംഗ്, നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ട ഒരു കാര്യമോ നമ്മൾ തൊട്ടറിഞ്ഞ അനുഭൂതികളോ ഏതെങ്കിലും ആണ്, നമ്മളൊരാളെ ഹഗ് ചെയ്ത ഫീലിങ്ങോ അല്ലെങ്കിൽ നമുക്ക് വേദന എടുത്ത കാര്യം, ഇതൊക്കെയായിരിക്കും നമ്മൾ ഓർത്തെടുക്കുന്നതിന് ആകുമ്പോഴാണ് ഈ കൃഷ്ണമണി താഴേക്ക് വരും. അതേ കൃഷ്ണമണി ലെഫ്റ്റ് സൈഡിലൂടെ താഴേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ പറയുകയാണ്, ഇന്റേണൽ ഡയലോഗ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്നൊക്കെ പറയും. ഇതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇതാണ് NLP നമ്മളോട് പറയുന്നത്. അല്ലാതെ ഇത് ഒരാൾ നുണ പറയുന്നുണ്ടോ സത്യമാണോ പറയുന്നതെന്ന് NLP പറയുന്നില്ല. പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരാളെ കുറേ അനലൈസ് ചെയ്യാൻ പറ്റും. അയാളുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ലൈ ഡിറ്റക്ഷൻ, നുണ പരിശോധന എങ്ങനെ നടത്താമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരാളുടെ പേഴ്സണാലിറ്റി ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നുണ കണ്ടുപിടിക്കുന്നത്? ഇനി ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉള്ളത്, നമ്മുടെ ഞാൻ പറഞ്ഞു മുകളിലേക്ക് നേരെ ഹൊറിസോണ്ടൽ താഴേക്ക്, ഈ മുകളിലേക്കായാലും താഴേക്കായാലും ഹൊറിസോണ്ടലായാലും നമ്മുടെ കൃഷ്ണമണി ലെഫ്റ്റിലോട്ടാണ് ചലിക്കുന്നതെങ്കിൽ ഇൻ ജനറലി ആൾ എന്തോ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ് എന്നാണ് അർത്ഥം. ലെഫ്റ്റിലേക്ക് നമ്മുടെ ഒരു ലോജിക്കൽ ബ്രെയിൻ ആയിട്ടുള്ള ഇടതുവശത്തേക്ക് നമ്മുടെ കൃഷ്ണമണി ചലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു കാര്യം ഓർത്തെടുക്കുന്നു എന്നാണ് അർത്ഥം. അതേസമയം ഈ കൃഷ്ണമണി വലത്തേക്കാണ് ചലിക്കുന്നതെങ്കിൽ നമ്മൾ എന്തോ ഒരു കാര്യം കൺസ്ട്രക്ട് ചെയ്യണം, എന്തോ ഒരു കാര്യം ഇമാജിൻ ചെയ്യണം. നമ്മൾ കണ്ട കാര്യം അല്ലെങ്കിൽ കേട്ട കാര്യം അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ കാര്യം ഓർത്തെടുക്കുകയല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ പുതിയതായ ഒരെണ്ണം ഉണ്ടാക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്യുക, പുതിയൊരു ട്യൂൺ ഡിസൈൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുമ്പോൾ കൺസ്ട്രക്ഷൻ എന്നതിനെ പറയും. കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് പോകുക ഇൻ ജനറലി. അപ്പോൾ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷ്ണമണി ഒരു കാര്യം ഒരാൾ സംസാരിക്കുമ്പോൾ ഇടത്തേക്കാണ് പോകുന്നതെങ്കിൽ അയാൾ എന്തോ ഒരു കാര്യം ഓർമ്മിച്ചെടുത്താണ് സംസാരിക്കുന്നതെന്നും
റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അയാൾ എന്തോ ഒരു കാര്യം ഉണ്ടാക്കി പറയുകയാണ് എന്നും അർത്ഥം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി കാണും. ഉണ്ടാക്കി പറയുക എന്ന് പറയുമ്പോൾ അതൊരു നുണയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ടാക്കി പറയുന്നത് എല്ലാം നുണയാവണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരാൾ കൺസ്ട്രക്ട് ചെയ്ത് പറയുന്ന എല്ലാം നുണയായിരിക്കുമോ എന്ന് നിങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾക്ക് 100% ബോധ്യം ഉണ്ടെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ റൈറ്റിലേക്ക് കൃഷ്ണമണി പോയാൽ അയാൾ നുണയാണ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഓർത്തെടുത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഓർത്തെടുത്ത കാര്യം പറയുമ്പോൾ അത് മിക്കവാറും സത്യമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 100% നമുക്കത് സത്യമായിരിക്കണം പറയണമെന്ന് ഇല്ല. കാരണം ഒരാൾ ഒരു കാര്യം പറയുന്നത് വേറൊരാൾ പറഞ്ഞ് കേട്ടിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് അയാൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് അയാൾ സത്യമാണെന്ന് വിശ്വസിച്ചാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് സംഭവം നുണയായിരിക്കും. പക്ഷെ ആ പറയുന്ന ആളത് സത്യമെന്ന് വിശ്വസിച്ച് പറയുന്നതുകൊണ്ട് ലെഫ്റ്റിലോട്ട് തന്നെ ആയിരിക്കും കൃഷ്ണമണി പോകുന്നത്. പക്ഷെ നമ്മളത് സത്യമെന്ന് വിശ്വസിക്കാൻ പാടില്ല, കാരണം അയാൾ നുണയാണ് പോകുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതെല്ലാം സത്യം തന്നെ ആയിരിക്കണം നിർബന്ധമില്ല എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇത് ഈ ബാലൻ വക്കീൽ എന്ന സിനിമ കണ്ടവർക്ക് അറിയാം. അതിനകത്ത് നമ്മുടെ നായകനടനായ ദിലീപ് ചേട്ടൻ പറയുന്നുണ്ട്, ഒരാൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് റൈറ്റിലേക്ക് അവരുടെ അത് പോകുമ്പോൾ അവർ സത്യം പറയുന്നു, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നുണയാണ് പറയുന്നത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജാണ് അതിനകത്ത് തന്നത്. അതും പൂർണ്ണമായിട്ട് ശരിയല്ല. നമ്മളൊരു 100 പേരെ എടുത്താൽ അത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിക്കോട്ടെ റൈറ്റ് ഹാൻഡഡ് ആയിട്ടെ അതിൽ 80 പേരും ജനറലി ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർമ്മിച്ചെടുക്കുകയും റൈറ്റിലേക്ക് പോകുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യണം, ഉണ്ടാക്കി പറയുകയും ചെയ്യുകയായിരിക്കും. അത് 80 പേരും അങ്ങനെയായിരിക്കും, 80% ആളുകൾ. പക്ഷേ ഒരു ന്യൂനപക്ഷം ആളുകൾ അങ്ങനെയല്ല, അവർക്ക് നേരെ തിരിച്ചാണ്. അത് ലെഫ്റ്റ് ഹാൻഡഡോ റൈറ്റ് ഹാൻഡഡോ ആവുന്നില്ല, അതിൽ ലെഫ്റ്റ് ഹാൻഡഡും കാണും റൈറ്റ് ഹാൻഡഡും കാണും. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇവരെ സത്യമാണോ നുണയാണോ പറയുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണോ റിമെമ്പർ ചെയ്യണോ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാനായിട്ട് ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് കൂടെ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ബോഡി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബേസ് ലൈൻ എന്ന് പറയും. നമ്മൾ ഒരാളുടെ ബേസ് ലൈൻ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതിന് വിരുദ്ധമായിട്ട് അതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അതാണ് ബേസ് ലൈൻ നമ്മൾ നോക്കുക. അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആദ്യമേ തന്നെ വളരെ നിഷ്കളങ്കമായ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇതൊക്കെ ചിലപ്പം നുണ പറയേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ അതൊന്നും ചോദിക്കരുത്. അയാൾ സത്യമേ പറയൂ എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കണം. അത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ അന്നായിരിക്കണം. അപ്പോൾ ഇയാൾ സത്യമാണ് പറയുന്നത് നമുക്ക് ബോധ്യമായി. അപ്പോൾ അയാൾ സത്യം പറഞ്ഞ സമയത്ത് അയാളുടെ കൃഷ്ണമണി എങ്ങോട്ടാണ് ചലിച്ചതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്, അയാൾ സത്യമേ പറയുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൃഷ്ണമണി എങ്ങോട്ടാണ് പോയത്? സിമ്പിൾ. അത് റൈറ്റിലോട്ടാണെങ്കിൽ ദാറ്റ് മീൻസ് അദ്ദേഹം സത്യം പറയുമ്പോൾ കൃഷ്ണമണി റൈറ്റിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അയാൾ അത് പറഞ്ഞപ്പോൾ കൃഷ്ണമണി ലെഫ്റ്റിലോട്ടാണ് പോയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ സത്യം പറയുമ്പോൾ ഇയാളുടെ കൃഷ്ണമണി ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമണി ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റാണ്. റൈറ്റിലോട്ട് സത്യം പറയുന്നോ ലെഫ്റ്റിലോട്ടാണോ സത്യം പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. കൃഷ്ണമണി നേരെ ഓപ്പോസിറ്റ് പോയാൽ അയാൾ നുണ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കൃഷ്ണമണിയുടെ ചലനം കൊണ്ട് സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞു.